ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ്, സെൽഫ് ചെക്കപ്പ്, ചെയിൻ ലൂബ്, ഇത്രയാണ് പറഞ്ഞാൽ പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ഒരു സർവീസിനോടനുബന്ധിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അപ്പോൾ നമുക്കത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് വിസിറ്റ് ചെയ്യാം. ആ ലൈനർ അറിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ചെറിയൊരു സൗണ്ടും ചവിട്ടിയിട്ട് നിൽക്കാനൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നത്. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് റെഡി ആയിക്കോളും. പിന്നെ ബാക്ക് ടയറൊക്കെ പുതിയ ടയർ കിടക്കുന്നത്, വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ചെയിൻ ആയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സർവീസും കൂടി ഈ രീതിയിൽ ഉപയോഗിക്കാം. അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ, കാരണം അത്യാവശ്യം അഴുക്കായി തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം ഈ സർവീസ് ഇങ്ങനെ പോട്ടെ, നമുക്ക് നെക്സ്റ്റ് സർവീസിൽ നമുക്കത് മാറ്റിയിടാം. അതേപോലെ തന്നെ ബാറ്ററി 2025 ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാനിപ്പോൾ അയച്ച് ചാർജിലേക്ക് ഇടാക്കാണ്. ബാറ്ററി ചാർജ് കുറവാണ്. അതായത് വണ്ടിയിൽ നിന്ന് കയറുന്ന ചാർജിൻ്റെ അളവ് ഞാൻ ചെക്ക് ചെയ്തു, ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ റെക്ടിഫയർ യൂണിറ്റിൻ്റെ ഇവിടെ ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് കാണിക്കേണ്ടതായിരുന്നു. അതാണ് നമുക്കൊരു പോരായ്മയായിട്ടുണ്ടായുള്ളൂ. ഞാൻ അത് അയച്ച് ക്ലിയർ ചെയ്ത് റെഡിയാക്കി റീസെറ്റ് ചെയ്തിരുന്നു. അതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ചാർജ് കയറണമൊക്കെ കറക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഡിസ്ചാർജ് ആവുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളത് ചെക്ക് ചെയ്യണം, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ള ദിവസം നോക്കിയിട്ട് അത് പരിഹരിച്ച് കൊടുക്കണം. ഇപ്പോൾ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ചെക്ക് ചെയ്യാം. വണ്ടിയിൽ നിന്ന് ബാറ്ററിയിലേക്ക് കയറുന്ന അളവ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നിലവിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഫുൾ ചാർജുള്ളൊരു ബാറ്ററി വണ്ടി ഓൾറെഡി നമുക്ക് ഐഡലിംഗ് B6 മോഡലെന്ന് പറയുമ്പോൾ ഐഡലിംഗിൽ സ്റ്റാർട്ടായി നിൽക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു 14 വോൾട്ടിൻ്റെ മുകളിൽ ഓൾറെഡി എപ്പോഴും ടോപ്പ് ആയി കൊണ്ട് നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റേബിളായിട്ട് വണ്ടിയിൽ നിന്ന് ചാർജ് കയറുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അയച്ച് വലിയ പഴക്കമില്ല, പുതിയ പാഡ് സെറ്റാണ്, നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിടാം. അതേപോലെ തന്നെ ബൂട്ടൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൂട്ട് കുഴപ്പമില്ല, നമുക്ക് തൽക്കാലം അത് തന്നെ ഇടാം. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ 2 കംപ്ലയിൻറ്റുകളുണ്ട്. ഒന്ന് ഹാൻഡിൽ ബെയറിംഗ് കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, ആരംഭമാണ്. അതേപോലെ തന്നെ വലിയ താമസമില്ലാണ്ട് നമുക്ക് ഫ്രണ്ടിലത്തെ ഫോർക്കും ലീക്കേജ് വരും. ഈ സൈഡ് അതിൻ്റെ ലക്ഷണം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡ് ഓൾറെഡി ലീക്കില്ല, പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ പ്ലേറ്റിങ് പോയി നിൽക്കുകയാണ്. അഴിച്ചു കഴിഞ്ഞാൽ 2 ഫോർക്കിൻ്റെ പൈപ്പ് മാറ്റി ഓയിൽസിലും മാറ്റി റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് അഴിച്ചാൽ മതി, പരമാവധി ഉപയോഗിക്കാം. അതിനുശേഷം കംപ്ലയിൻറ്റ് കാണിക്കും, ലീക്കേജ് തുടങ്ങും. ഈ സൈഡൊക്കെ ലീക്ക് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈയോടെ അഴിച്ച് നമുക്കത് ചെയ്യാം, കാരണം പൈപ്പിൻ്റെ പ്ലേറ്റിങ് പോയി കാണും. പിന്നെയുള്ളൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് പോകണം. ഫ്രണ്ട് ബ്രേക്ക് അത്ര സ്മൂത്തല്ല, ഒരു കല്ലപ്പ് പോലെയാണ് കാണിക്കുക. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനൊന്ന് ലൂബ്രിക്കേഷനൊക്കെ അടിച്ച് ഫ്ലൂയിഡൊക്കെ ഒന്ന് ലെവലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് റീസെറ്റാക്കി തരാം. ഫ്രണ്ട് ഫോർക്കും കോൺസെപ്റ്റൊക്കെ ചെയ്യേണ്ട സമയത്ത് ആ കൂട്ടത്തിൽക്കൂടെ ഡിസ്ക് ബ്രേക്കും കൂടി അഴിച്ചോണം കേട്ടോ. ഇപ്പോൾ നിലവിൽ കുഴപ്പമില്ല, ഉപയോഗിക്കാം. ആ വന്ന സമയത്ത് ചെയ്താൽ മതി. അപ്പം നിലവിൽ ഇപ്പോൾ വരുന്ന എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും അടക്കം ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതിനകത്ത് ഞാൻ വാട്ടർ സർവീസും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്, കാരണം ചെയിനും അത്യാവശ്യം അഴുക്കുണ്ട്. അപ്പോൾ ഓപ്പണായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വേണം നമുക്ക് ലൂബ് ചെയ്യാനായിട്ട്. അപ്പോൾ വാട്ടർ സർവീസും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഇടണം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം.